ഹായ് ഫ്രണ്ട്സ്, ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ഇനി എടുക്കാൻ പോകുന്നത്. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പൊളിറ്റിക്സ്. എന്താണ് പൊളിറ്റിക്കൽ സയൻസും പൊളിറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം? ദ ടേം പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫൺ ഇന്റർചേഞ്ചബിളി യൂസ്ഡ് ഇന്റർചേഞ്ചബിളി. അപ്പോൾ പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സയൻസും രണ്ട് തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഹൗവർ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ടു നീഡ്സ് ടു ബി അണ്ടർസ്റ്റുഡ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് ഉപയോഗിക്കേണ്ടടുത്ത് പൊളിറ്റിക്സ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്, പൊളിറ്റിക്സ് എന്ന് ഉപയോഗിക്കേണ്ടടുത്ത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. സം സ്കോളേഴ്സ് ഡിഫൈൻ പൊളിറ്റിക്സ് ടു ബി ദ സയൻസ് ആൻഡ് ദ ആർട്ട് ഓഫ് ഗവൺമെന്റ്. അപ്പൊ ചില ആളുകളുടെ അഭിപ്രായം അനുസരിച്ച് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ശാസ്ത്രവും അതുപോലെ തന്നെ കലയുമാണ്. ഗവൺമെന്റ് എന്ന് പറയുന്നത് സർക്കാർ രൂപീകരണത്തിന്റെയും സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെയും ശാസ്ത്രവും കലയും എന്താണ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. ബട്ട് ദിസ് ഈസ് ഓൺലി എ പാർട്ട് ഓഫ് ദ ടോട്ടൽ എക്സ്പ്ലനേഷൻ ഓഫ് ദ സബ്ജക്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ ടോട്ടൽ സബ്ജക്റ്റ് എന്താണോ അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഇത്രയാകുന്നുള്ളൂ. ഇനിയും അതിനേക്കാൾ വിശാലമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. Nowadays the term politics is used to mean the problems of citizens interacting with the instruments of political power in one form or another. അപ്പോൾ ഒരു തരത്തിലോ മറ്റൊരു തരത്തിലോ ഉള്ള പൊളിറ്റിക്കൽ പവറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ പൗരന്മാർക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഇവയെല്ലാം ആണ് പഠന വിധേയമാക്കുന്നത്. Sometimes politics is used as a technique of compromise or method to capture power and retain it. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ശക്തി സ്വരൂപിക്കുക, ആ സ്വരൂപിച്ച ശക്തി എങ്ങനെയാണ് നിലനിർത്തുക എന്നതിനെ പറ്റിയുള്ള ഒരു ശാസ്ത്രമായിട്ടും കണക്കാക്കപ്പെടുന്നു. According to many political scientists, the study of political science comprises the theory of the state, concept of sovereign power, forms and functions of government, making and execution of law, elections, political parties, rights and duties of citizens, policy functions, and the study of welfare activities of the state and government. അപ്പോൾ പല പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകളും രാഷ്ട്രമീമാംസാ ശാസ്ത്രജ്ഞന്മാരും ഇതിനെപ്പറ്റി പഠനം നടത്തിയിട്ടുണ്ട്. ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തിയറി ഓഫ് സ്റ്റേറ്റിനെ പറ്റിയുള്ള തിയറി, അതുപോലെ കോൺസെപ്റ്റ് ഓഫ് സോവറിൻ പവർ, നമ്മളുടെ പരമാധികാരത്തിൻ്റെ പറ്റിയുള്ള കോൺസെപ്റ്റുകൾ, ഫോംസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ്, ഏതൊക്കെ തരത്തിലുള്ള ഗവൺമെൻറ്റുകളുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ, മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് ലോസ്, അതുപോലെ നിയമനിർമ്മാണവും പ്രാവർത്തികമാക്കുക. എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിയമം പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ള അർത്ഥം. ഇലക്ഷൻസ്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, പൊളിറ്റിക്കലായിട്ടുള്ള പാർട്ടികളുണ്ട്, നമുക്കറിയാം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് സിറ്റിസൺ, ഓരോ പൗരന്മാരുടെയും അവകാശങ്ങളും അതുപോലെ അവരുടെ കടമകളും. പോളിസി ഫങ്ഷൻസ്, നയപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ. സ്റ്റഡി ഓഫ് വെൽഫെയർ ആക്ടിവിറ്റീസ്, അതുപോലെ ആളുകൾക്ക് ക്ഷേമകാര്യങ്ങൾ ഒക്കെ ഗവൺമെൻറ്റാണ് നടപ്പിലാക്കുന്നത്, അതിനെപ്പറ്റിയുള്ള പഠനം. അതുപോലെ സ്റ്റേറ്റിനെ പറ്റിയും ഗവൺമെൻറ്റിനെ പറ്റിയും പഠനം. അപ്പോൾ ഇത്രയും സമഗ്രമായിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇവിടെ പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ അടയാളപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. There is another aspect of politics that needs to be emphasized. അപ്പോൾ ഇനിയും ഉണ്ട് പൊളിറ്റിക്കൽ സയൻസിന് കുറച്ചും കൂടി വിശാലത. പൊളിറ്റിക്സ് മെനി എ ടൈം ഇംപ്ലൈസ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്, പ്രാക്ടീസിങ് പൊളിറ്റിക്സ് ഇൻ ഡിഫറെൻറ്റ് ഫ്രം സ്റ്റഡിങ് ഇറ്റ്. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ പറയാം, അതിനെപ്പറ്റിയുള്ള പഠനം ഇതിൽ വരുന്നുണ്ട്. പ്രാക്ടീസിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് പഠിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. രാഷ്ട്രീയം പഠിക്കുന്നതും രാഷ്ട്രമീമാംസ പഠിക്കുന്നതും രാഷ്ട്രീയം പ്രവർത്തിക്കുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ഇൻക്ലൂഡ്സ് ആക്ച്വൽ ഫോർമേഷൻ ഓഫ് ഗവൺമെന്റ്. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഗവൺമെന്റിന്റെ രൂപീകരണം അതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ദ വർക്കിംഗ് ഓഫ് ഗവൺമെന്റ്,
അത് കഴിഞ്ഞ് ഗവൺമെൻറ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം അഡ്മിനിസ്ട്രേഷൻ, ഭരണ സംവിധാനം എന്താണ്, നിയമങ്ങൾ എന്താണ്, നിയമനിർമ്മാണങ്ങൾ എന്താണ്, അതാണ് ലോസ് ആൻഡ് ലെജിസ്ലേഷൻസ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇന്റർനാഷണൽ പോളിസീസ് ഇൻക്ലൂഡിങ് മാറ്റേഴ്സ് സച്ച് ആസ് പീസ് ആൻഡ് വാർ. അതുപോലെ തന്നെ അന്താരാഷ്ട്ര കാര്യങ്ങളായിട്ടുള്ള സമാധാനം, യുദ്ധം, ഇവയെ പറ്റിയും പൊളിറ്റിക്കൽ സയൻസ് പൊളിറ്റിക്സിൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഇക്കണോമിക് ഓർഡർ, അതുപോലെ അന്താരാഷ്ട്ര കച്ചവടം, സാമ്പത്തിക നിലവാരം, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, അവകാശ സംരക്ഷണം, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഒക്കെ സംരക്ഷണമൊക്കെ അതിൽ വരുന്നുണ്ട്. ഓൾ ദീസ് ഓൾസോ കോംപ്രൈസ് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്സ്. അപ്പോൾ ഇതെല്ലാം പൊളിറ്റിക്സ് എന്ന് പറയുന്ന, രാഷ്ട്രീയം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. While the knowledge of political science is as a discipline is acquired through study. അതേസമയം പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രമീമാംസ എന്ന് പറയുന്ന ശാസ്ത്രം, വിജ്ഞാനം നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, ത്രൂ സ്റ്റഡി, പഠനത്തിലൂടെയാണ് നമ്മളിത് ആർജിച്ചെടുക്കുന്നത്. ദ സ്കിൽ ഓഫ് പ്രാക്ടിക്കൽ പോളിസീസ് ഈസ് അക്വേർഡ് ത്രൂ politicking or manipulations of the craftiness or by exploiting caste and regional loyalties and religious sentiments. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അതിൽ സ്കിൽ ആൻഡ് പ്രാക്ടിക്കൽ പോളിസീസ് ഒക്കെ എടുത്തു പൊളിറ്റിസൈസ് ചെയ്യുക. അതുപോലെ നമ്മൾ കുറച്ച് ക്രാഫ്റ്റ്നെസ്, നമുക്ക് നമ്മളുടേതായ കുറച്ച് നൈപുണ്യങ്ങളൊക്കെ ഇതിൽ വേണം. അതുപോലെ കേസ്റ്റ്, ജാതി വ്യവസ്ഥകളെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. റീജിയണൽ ആയിട്ടുള്ള ലൊയാലിറ്റികൾ, നമ്മളുടെ രാജ്യ താല്പര്യങ്ങളെയൊക്കെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതുപോലെ നമ്മളുടെ മതപരമായിട്ടുള്ള ചില സെന്റിമെന്റുകളൊക്കെ നമുക്കുണ്ടാവും, അതിനെയൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ചൂഷണം ചെയ്തിട്ടാണ് ഈ ശരിക്കും പൊളിറ്റിക്കൽ പാർട്ടികൾ നിലനിൽക്കുന്നത്. അത്തരത്തിൽ അത് മാത്രം എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അതൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിൽ ഈ പൊളിറ്റിക്സ് എന്ന ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ഈസ് ഓഫൺ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ഡേർട്ടി ഗെയിം. അപ്പം പ്രായോഗിക രാഷ്ട്രീയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡേർട്ടി ഗെയിം, ഒരു വൃത്തികെട്ട കളിയായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്. അതിൻ്റെ കറക്റ്റിംഗ് പ്രോസസ്സ്, നമ്മൾ പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ അഴിമതി എന്ന് പറയുന്ന വേർഡും ഒപ്പം കൂടി എന്നാണ് മനസ്സിലേക്ക് വരുന്നത് ഇൻ കോമൺ പീപ്പിൾസ് മൈൻഡ്. അപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്സ് എന്ന വാക്കുകൊണ്ട് അവരുടെ മനസ്സിൽ വരാവുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ, അതിനേക്കാൾ വിശാലമായ അർത്ഥതലങ്ങളുള്ള വിജ്ഞാന ശാഖയാണ് ശരിക്കും പൊളിറ്റിക്കൽ സയൻസ് അല്ലെ രാഷ്ട്രമീമാംസ എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് വി ഫൈൻഡ് ദാറ്റ് ദെയർ ആർ ഹാർഡ്ലി എനി ഹ്യൂമൻ ഗ്രൂപ്പിംഗ് ഓർ സൊസൈറ്റീസ്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്താണ്, ഈ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്സ്, ബട്ട് വി ഫൈൻഡ് ദാറ്റ് ദെയർ ആർ ഹാർഡ്ലി എനി ഹ്യൂമൻ ഗ്രൂപ്പിംഗ് ഓർ സൊസൈറ്റീസ് വിച്ച് ആർ ഫ്രീ ഫ്രം പൊളിറ്റിക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊളിറ്റിക്സിൽ നിന്ന് അല്ലെ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജനവിഭാഗത്തെയോ അല്ലെങ്കിൽ ജനങ്ങളെയോ നമുക്ക് ലോകത്ത് എവിടെയും കാണാൻ വേണ്ടി കഴിയില്ല. ഹാർഡ്ലി എനി ഇൻഡിവിജ്വൽ ഹു ഡസ് നോട്ട് നോ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ഗെയിം ഓഫ് പൊളിറ്റിക്സ്. രാഷ്ട്രീയത്തിൻ്റെ കളികൾ അറിയാത്ത മനുഷ്യന്മാർ ഈ ലോകത്തുണ്ടോ എന്ന് വളരെ സംശയമാണ്. ഏത് ഗോത്ര വിഭാഗങ്ങളിൽ പോലും പൊളിറ്റിക്കലായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ഓൾസോ ഹാസ് മെനി പോസിറ്റീവ് ആസ്പെക്ട്സ്. അപ്പോൾ ഇത് മോശമാണെന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇൻ ദിസ് എറ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് മെനി പോസിറ്റീവ് പ്രോഗ്രാംസ് സച്ച് ആസ് റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി, ലാൻഡ് റീഫോംസ്, റിലീസ് ഓഫ് ബോണ്ടഡ് ലേബേഴ്സ്, പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ബഗാർ. അപ്പോൾ ഇതിൽ നമ്മൾ കണക്കാക്കേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രം എന്ന ഒരു സങ്കല്പത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ട് ഈ രാഷ്ട്രീയ കളികൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജാതി വ്യവസ്ഥ ഇല്ലാതാക്കാൻ സാധിച്ചു എന്നുള്ളത്. അതുപോലെ ലാൻഡ് റീഫോം, ഭൂപരിഷ്കരണ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു. അതുപോലെ ബോണ്ടഡ് ലേബേഴ്സ്, തൊഴിലാളികളെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്ന ബോണ്ടഡ് ലേബറിങ് ഇല്ലാതാക്കി. പ്രൊഹിബിഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യക്കടത്ത് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റി. അതുപോലെ തൊഴിൽ കടത്ത് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റി. ഇൻട്രൊഡക്ഷൻ മിനിമം വേജ്, അപ്പോൾ അടിസ്ഥാന കൂലി, അടിസ്ഥാന വേതന നിയമം നടപ്പാക്കാൻ സാധിച്ചു. എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാംസ്, അതുപോലെ തൊഴിലവസരങ്ങളെ സൃഷ്ടിക്കാനുള്ള പല പദ്ധതികളും ആവിഷ്കരിക്കാൻ സാധിച്ചു. എംപവർമെന്റ് ഓഫ് ദ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, അതുപോലെ
ബാക്ക്വേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ശാക്തീകരിക്കാൻ വേണ്ടി ഇത്തരം രാഷ്ട്രീയ കളികൾക്ക് സാധിച്ചു. ആർ ദ എക്സാമ്പിൾസ് ഓഫ് പോസിറ്റീവ് ആക്ടിവിറ്റീസ് ആസ്പെക്ട്സ് ഓഫ് ദ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ്. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണഗണങ്ങൾ നമുക്കിപ്പോൾ അനുഭവിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ അതൊരു ഡേർട്ടി ഗെയിമാണ് അല്ലെങ്കിൽ ഒരു കറപ്റ്റിംഗ് പ്രോസസ്സാണ് എന്ന രീതിയിലുള്ള ധാരണ നമ്മൾ വെച്ച് പുലർത്തേണ്ടതായിട്ട് ഇല്ല. അതൊരു ചെറിയ ഭാഗം മാത്രമേ വരുന്നുള്ളൂ. ആ ഒരു ചെറിയൊരു ധാരണ കൊണ്ട് പൊളിറ്റിക്സിനെ മൊത്തമായിട്ട് നമ്മൾ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു ഭാഗം മാത്രമായതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസിന് അതിനേക്കാൾ വളരെ വലിയ വിശാലമായ അർത്ഥവ്യാപ്തിയാണ് ഉള്ളത്. അപ്പോൾ പൊളിറ്റിക്സ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്നൊന്നും പറയാറില്ല, പൊളിറ്റിക്സ് പഠിക്കുക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ പൊളിറ്റിക്സ് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വളരെ ചുരുങ്ങിയ തോതിലുള്ള ഈ അർത്ഥതലമല്ല നമ്മളുടെ മനസ്സിലേക്ക് വരേണ്ടത്, അതിനേക്കാൾ വിശാലമായ അർത്ഥതലങ്ങളാണ് വരേണ്ടത് എന്ന കാര്യമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പൊളിറ്റിക്സ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ആക്ച്വൽ ഹാപ്പനിങ് ഇൻ ദ സൊസൈറ്റി ആൻഡ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് സൊസൈറ്റി, സമൂഹത്തിൽ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ സ്ഥാപനങ്ങളിൽ സംഭവിക്കുന്നത് എന്നെല്ലാം ഇതിൽ നിന്ന് പറയപ്പെടുന്നു. ഇത് പഠനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. which political science refers to its understand in the systematic manner. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന് അതിൻ്റെതായ വളരെ ക്രമബദ്ധമായിട്ടുള്ള ചില പദ്ധതികളിലൂടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇതിനെയൊക്കെ പഠന വിധേയമാക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് പൊളിറ്റിക്കൽ സയൻസ് മനസ്സിലാക്കുന്നതെന്ന് വേണം നമുക്ക് പറയാം. ഡാഷ് കോൾഡ്, നമുക്ക് കുറച്ച് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 1.2-ന്റെ 1-ാം ചാപ്റ്ററിലെ 2-ാമത്തെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണിത്. ഡാഷ് കോൾഡ് പൊളിറ്റിക്കൽ സയൻസ് മാസ്റ്റർ സയൻസ്. ആരാന്ന് അറിയാലോ അല്ലേ നമുക്ക്? ആരാണ്? അരിസ്റ്റോട്ടിൽ ആണ്. ഇതിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് അല്ലേ, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഗവൺമെന്റ്. അതിന്റെ മുന്നേയും പറയുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓരോ ഇതിൽ കാണാൻ വേണ്ടി പറ്റും. ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഉണ്ട്. മാസ്റ്റർ സയൻസ് എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ കോൾഡ് പൊളിറ്റിക്സ് എ മാസ്റ്റർ സയൻസ്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിൻ്റെ ആൻസറാണ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കുക, മേലോട്ട് നോക്കുക. അപ്പോൾ അതിൽ എന്താണോ ഈ 1.2-ന്റെ ഭാഗമായിട്ട് വരുന്നത് ആൻസർ എന്താണോ അത് നമുക്ക് പിന്നെ പറയാൻ വേണ്ടി പറ്റും. ബിഹേവിയറലിസം സ്ട്രെസ്ഡ് ഓൺ ദ ഡാഷ് പാർട്ട് ഓഫ് ദ പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ എന്താണ്? സയൻസ് പാർട്ട് ഉണ്ട്, ഫിലോസഫിക്കൽ പാർട്ട് ഉണ്ട്, പൊളിറ്റിക്കൽ പാർട്ട് ഉണ്ട്. അപ്പോൾ സയൻസ് പാർട്ടിനാണ് കൂടുതൽ ഊന്നൽ നൽകി. അത് മേലോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, മുൻ ഭാഗങ്ങളിൽ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ദ ഡാഷ് വ്യൂ പൊളിറ്റിക്സ് ആസ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ 2 ക്ലാസസ് ഓഫ് ഹാഫ്സ് ആൻഡ് ഹാഫ് നോട്ട്സ്. അതാരാ പറഞ്ഞതെന്നുള്ളത് അറിയാലോ? ആരാ? ഗ്രീക്കുകാരാണോ റോമൻകാരാണോ? അല്ല, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വർഗ സംഘടനമാണ് രാഷ്ട്രീയ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മാർക്സിസ്റ്റ്. അപ്പോൾ മാർക്സിസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി സ്കിൽ ഓഫ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ഈസ് അക്വയർഡ് ത്രൂ ഡാഷ്. അപ്പോൾ എന്താണ് പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത്? ഹോണസ്റ്റിയിലൂടെ, മൊറാലിറ്റിയിലൂടെ, ക്രാഫ്റ്റ്നെസ്സിലൂടെ. ശരിക്കും ക്രാഫ്റ്റ്നെസ്സിലൂടെ, നമ്മളുടെ ചില സാമർഥ്യങ്ങളിലൂടെയാണ് പ്രായോഗിക രാഷ്ട്രീയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, പുട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് 1.2-ൽ നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത വീഡിയോയിൽ 1.3 സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം.